നമസ്കാരം, ഞാൻ അബി. എവർക്കും ദ സെക്കുലർ സിറ്റിസൺ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഹണി റോസിനെയും ബോബി ചെമ്മണ്ണൂരിനെയും തലങ്ങും വിലങ്ങും അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നവരെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂർ ഇതിനു മുൻപും പ്രായവ്യത്യാസമില്ലാതെ വിദ്യാർത്ഥിനികളോടും മുതിർന്നവരോടും ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അത്തരം വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ ഹിറ്റുമാണ്. അതായത് നമ്മൾ നൽകുന്ന പ്രോത്സാഹനങ്ങളാണ് ലൈംഗിക ചുവയോടുകൂടി ഇത്തരം ആഭാസങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ അദ്ദേഹത്തിന് പ്രചോദനമാകുന്നത്. ശരിക്കും ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമാണോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേവലം ഒരു വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നം മാത്രമാണോ ഇത്? സ്വന്തം വീടുകളിൽ തുടങ്ങുന്ന സ്ത്രീ വിരുദ്ധത പടർന്ന് പന്തലിച്ച് സമൂഹത്തിലേക്ക് എത്തിയതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു സമൂഹം എന്താഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ എന്തർഹിക്കുന്നുവോ എന്നുള്ളൊരു ഉദാഹരണമാണ് നമ്മുടെ സിനിമകളും സീരിയലുകളും TV കോമഡി ഷോകളുമെല്ലാം. വെള്ളമടിച്ച് കോൺതിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ ചെരുപ്പ് ഒരു കാലുമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വഴിയായി തെക്കേ പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോൾ നെഞ്ച് തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. സ്ത്രീ വിരുദ്ധത കാട്ടി കയ്യടി നേടി ഹീറോയാകുന്ന കാഴ്ചകൾ തുടങ്ങിയിട്ട് നാളേറെയായി. എന്നാൽ അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല പരിഷ്കൃത സമൂഹം നാളെ അവരെ ഹീറോയിൽ നിന്നും ബിഗ് സീറോയാക്കി മാറ്റുമെന്നുള്ളത്. ഇനി വസ്ത്രധാരണമാണ് പ്രശ്നം എന്ന് പറയുന്നവരോട്, പരിണാമപരമായി മനുഷ്യ മസ്തിഷ്കത്തിന് മറ്റ് ലിംഗങ്ങളുള്ള താല്പര്യം സ്വാഭാവികമാണ്. അത് ആസ്വദിക്കാൻ നമ്മുടെ മസ്തിഷ്കം എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് വസ്ത്രം കൂടുന്നതോ കുറയുന്നതോ എന്നൊന്നില്ല. പരമ്പരാഗതമായി കൈമാറി വന്ന സ്ത്രീ വിരുദ്ധതയും സദാചാര ബോധവും മുതൽ മുടക്കായിട്ടുള്ള നമ്മുടെ ജനതയ്ക്ക് അസഭ്യം പറയുന്നതിന് വേണ്ടി വസ്ത്രധാരണത്തെ കരുവാക്കുന്നുവെന്ന് മാത്രം. എന്തിനും നെഗറ്റീവുകൾ കണ്ടെത്താൻ കഴിവുള്ള നമ്മളിലെ വിദഗ്ധരുടെ കമൻറ്റുകൾ ഒന്ന് നിരീക്ഷിച്ചാൽ മാത്രം മതിയാവും. ഉദാഹരണത്തിന്, പ്രായമായ ഒരു സ്ത്രീ ഫുൾ സ്യൂട്ടും അതിനു മുകളിൽ റെയിൻകോട്ടും ധരിച്ചുകൊണ്ട് റോഡിലെ നിയമങ്ങളെല്ലാം പാലിച്ച് സ്കൂട്ടർ യാത്ര ചെയ്യുന്ന ഒരു ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്നിരിക്കട്ടെ. അത് സ്വന്തം അമ്മയുടെ പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ കൂടി തലമുറകളായി കൈമാറി വന്ന പുരുഷ മേധാവിത്വത്തിൻ്റെ സന്തത സഹചാരികൾ ചോദിക്കുന്ന ചോദ്യം ഇവർക്ക് ഈ വയസ്സാം കാലത്ത് വീട്ടിലങ്ങനെ ഇരുന്നാൽ പോരെ എന്നായിരിക്കും. എന്നാൽ അതേ പ്രായത്തിൽ ഒരു പുരുഷൻ മദ്യപിച്ച് ഉടുതുണിയില്ലാതെ നടു റോഡിൽ നൃത്തം ചെയ്താലും നേരത്തെ കമൻ്റിട്ടവർ പ്രതികരിക്കുന്നത് മരണമാസ ചേട്ടൻ വൈബ് തന്ത എന്നിങ്ങനെയായിരിക്കും. അപ്പോൾ മാറ്റേണ്ടത് വസ്ത്രധാരണമാണോ അതോ ജാതി ചിന്ത പോലെ മനസ്സിൽ കുത്തിവെച്ചിരിക്കുന്ന വിഷമായ സ്ത്രീ വിരുദ്ധ മനോഭാവമാണോ? ചിന്തിക്കുക.